ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഞാൻ വൈകിട്ട് ക്ഷേത്രത്തിൽ വന്നു കേട്ടോ. 5 മണിയായപ്പോൾ ക്ഷേത്രത്തിൽ വന്നു. കവാടവാതിലൊക്കെ തുറന്ന് നേരെ വന്ന് ശ്രീകോവിൽ തുറന്നു കേട്ടോ. മഹാദേവൻ്റെ ശ്രീകോവിലൊക്കെ തുറന്ന് നേരെ വന്ന് ഗണപതിയുടെ ശ്രീകോവിലും തുറന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വിളക്കൊക്കെ പുറത്തിറക്കി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ നാളെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ എല്ലാം ഇറക്കി പുറത്ത് വെച്ചേക്കാണ്, കഴുകാൻ കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ നേരെ വന്ന് ഞാൻ ശാസ്താവിൻ്റെ ക്ഷേത്രമൊക്കെ തുറന്ന് നടയൊക്കെ തുറന്ന് നേരെ വന്ന് വിളക്കെല്ലാം പുറത്തിറക്കി വെച്ചേക്കാണ് കേട്ടോ. പ്രഭാമണ്ഡലവും എല്ലായിടത്തും ചെയ്തൊക്കെ അപ്പോൾ അകത്തോട്ട് കയറ്റണം കേട്ടോ. നിസ്സാര പരിപാടിയല്ല, ഇതെല്ലാം കയറ്റി കറക്റ്റ് ഓർഡറാക്കി സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഗണപതിയുടെ വിളക്കെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വിളക്കെല്ലാം എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഭഗവതി സേവയുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട്. അപ്പോൾ അതിന് പായസവും കളമൊക്കെ ഇട്ടു. പായസം വെച്ചു കേട്ടോ, കടും പായസം വെച്ചു. പിന്നെ വൈകിട്ട് പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാം പൂജയൊന്നും കാണിക്കാൻ ഇതൊന്നും കാണിച്ചാൻ പറ്റിയില്ല കേട്ടോ. എന്ന് വൈകിട്ട് തിരക്കായിപ്പോയി. അപ്പോൾ നേരെ പൈപ്പ് ശ്രീകോലത്ര സാധനങ്ങളെല്ലാം വെളിയിലിറക്കി പൈപ്പ് എടുത്ത് കേട്ടോ. പൈപ്പ് എടുത്ത് പുറമെല്ലാം കഴുകി അകത്ത് മൊത്തം കഴുകണം കേട്ടോ. അകമെല്ലാം കഴുകി വൃത്തിയാക്കി ഇടണം കേട്ടോ. നാളെ ഞായറാഴ്ചയോടെയാണ്, അപ്പോൾ ആൾക്കാർ പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഞായറാഴ്ച. അപ്പോൾ നമ്മളെല്ലാം കഴുകി മണ്ഡപം എല്ലാം വൈകിട്ട് കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വൃത്തിയാക്കി ഇടുക കേട്ടോ. അപ്പോൾ ശ്രീകോവിലും മണ്ഡപവും എല്ലാം ഗണപതി എല്ലാ ശ്രീകോവിലും കഴുകുക കേട്ടോ. ശാസ്താവിൻ്റെ ഗണപതിനെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടു. ശ്രീകോവിലിൻ്റെ ചുറ്റും കഴുകുക കേട്ടോ. ശ്രീകോവിലിൻ്റെ ചുറ്റും കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി ഇടണം. അപ്പോൾ നേരത്തെ ഗണപതിയുടെ ശ്രീകോവിലിൻ്റെ കഴിവാണ്. ഗണപതിയുടെ ശ്രീകോവിൽ മൊത്തം കഴുകിയിട്ടാക്കിയിട്ടു. അപ്പോൾ ഇന്ന് മഴയില്ല, പക്ഷെ ഇന്നും അപാര ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടാണ് മലപ്പുറത്തേക്ക്, ഭയങ്കര ചൂടാണ്. മലപ്പുറത്തല്ല, എല്ലാ സ്ഥലത്തും ഇപ്പോൾ നല്ല ചൂടാണല്ലോ. അങ്ങനെ മൊത്തം കഴുകി റെഡിയാക്കി വെച്ചപ്പോൾ അതേ ഗണപതിയുടെ പ്രഭാമണ്ഡലം കൊണ്ട് ഞാൻ വന്ന് നേരെ ശ്രീകോവിലിനകത്ത് കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ ദക്ഷിണയും ഇതൊക്കെ പറക്കി എടുത്ത് നേരെ ലൈറ്റ് ഇതൊക്കെ ഓഫ് ചെയ്തു. നേരെ ചാടി പുറത്തിറങ്ങി വന്ന് കപാടവാതിലും അടച്ച് നേരെ ചേട്ടൻ ഗേറ്റ് പൂട്ടിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഞാൻ നേരെ വീട്ടിലോട്ട് പോകും കേട്ടോ, ശാന്തിമഠത്തിലോട്ട്.